പുറത്തിങ്ങനെ മഴ ചിഹ്നം ഭിന്നം പെയ്യുമ്പോൾ കയ്യിലൊരു നല്ല പുസ്തകം വായിക്കാൻ കിട്ടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിൽ പരം സന്തോഷിക്കാൻ വേറെ എന്ത് വേണം. ഇത് സൽമാൻ റുഷ്ദിയുടെ നൈഫ് എന്ന പുസ്തകമാണ്. It says that meditations after an attempted murder. 2022 അദ്ദേഹത്തിന് നേരെ നടന്ന ഒരു ആക്രമണം, അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ഒരാൾ ഓടിപ്പാഞ്ഞു വരുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തെ കുറിച്ചാണ് സൽമാൻ റുഷ്ദി ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത്. അന്ന് ആ കൊലയാളി തന്നോട് അടുക്കുമ്പോൾ ഒരു കത്തിയുമായിട്ട് തന്നെ ആക്രമിക്കാൻ വരുമ്പോൾ ആ കൊലയാളിയെ തടഞ്ഞു നിർത്താനുള്ള മാനസിക അവസ്ഥ പോലും തനിക്ക് ഉണ്ടായില്ല എന്ന് പുസ്തകം. അതിന്റെ ഓരോ പേജിൽ നമുക്ക് ഒരു സാഹിത്യകാരന്റെ അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു എഴുത്തുകാരന്റെ മനോനിലകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയും. ചില സന്ദർഭങ്ങളിൽ അത് നമുക്ക് തോന്നും, സമൂഹത്തിലെ എങ്ങനെയാണ് ഒരു സാഹിത്യകാരൻ ജീവിച്ചു പോകേണ്ടത് എന്നുള്ളതിന്റെ വ്യക്തത ചില അനുഭവങ്ങൾ അവരുടെ നേർക്ക് സമൂഹം ചൊരിയുന്ന വെറുപ്പിന്റെ അല്ലെങ്കിൽ സാമൂഹികമായ ഒരു അകൽച്ചയുടെ അകത്തുക എങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ അതിനെ സമീപിക്കേണ്ടത് വ്യക്തത. ഇതിലൊരു സെഗ്മെന്റ് ഞാൻ ഇപ്പൊ വായിക്കാം. എനിക്ക് വളരെ ഇതായിട്ട് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെ മനസ്സിൽ തട്ടിയ ഒരു ഭാഗമാണ്. After that I was alone at night. ആക്രമണത്തിന്റെ ശേഷമുള്ള ഒരു ദിവസത്തെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്. I was trapped in a bed that had an alarm switched on so it would scream if I tried to get out of it unaided. This did not feel like freedom. My whole world had shrunk down to the size of that screaming bed, and hospital beds were not really for sleeping in. They were for keeping you in your place while people come in and out at all hours to check your vital signs, draw blood, feed you medication, and ask you how you're feeling.